ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിക്കാത്ത ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ താരങ്ങളെ പേരെടുത്ത് വിമർശിച്ച് BBC റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും എന്തുകൊണ്ടാണ് അമിതാഭ് ബച്ചനും രജനീകാന്തും ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾ പ്രതികരിക്കാത്തതെന്നാണ് BBCയുടെ ചോദ്യം. മോഹൻലാലിനെതിരെ ഇറങ്ങിയ ട്രോളുകളും പരിഹാസത്തോടെ നൽകുന്നുണ്ട് BBC. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇതുവരെ പ്രതികരിക്കാത്ത സൂപ്പർ താരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സിനിമാ വ്യവസായത്തിലെ പ്രമുഖ സ്ത്രീകളുടെ പ്രതികരണം ഉൾക്കൊള്ളിച്ചുള്ള BBC റിപ്പോർട്ട്. തമിഴ് സിനിമാ താരങ്ങളായ കമൽ ഹാസൻ, രജനീകാന്ത്, വിജയ് എന്നിവരുടെയും ബോളിവുഡ് താരങ്ങളായ അമിതാഭ് ബച്ചൻ, ഷാറൂഖ് ഖാൻ, സൽമാൻ ഖാൻ, ആമിർ ഖാൻ, അക്ഷയ് കുമാർ എന്നീ താരങ്ങളുടെയും മൗനം റിപ്പോർട്ട് വിശദീകരിക്കുന്നുണ്ട്. മലയാള സിനിമയിലെ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുമ്പോഴും വ്യവസായത്തെ ദ്രോഹിക്കുന്ന ഒന്നും ചെയ്യരുതെന്നായിരുന്നു ഇരുവരുടെയും പ്രതികരണം. ഈ താരങ്ങൾ വലിയ തോതിൽ ആഘോഷിക്കപ്പെടുമ്പോഴും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ലെന്ന് ഇതിനകം ആരോപണം ഉയർന്നു കഴിഞ്ഞു. മോഹൻലാലിനെതിരായ ട്രോളുകൾ എടുത്തു നൽകി BBC വിമർശനത്തിൽ ഒരു പടി കൂടി കടക്കുകയാണ്. ഈ താരങ്ങളൊന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഒരു സിനിമാ വ്യവസായ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ പ്രശ്നമെന്നിരിക്കെ ഈ താരങ്ങളുടെ മൗനം ആളുകളെ ആശ്ചര്യപ്പെടുത്തുന്നില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ബോളിവുഡിലെ മീറ്റു മൂവ്മെന്റ് ഉയർന്നപ്പോഴും ഈ പ്രമുഖ താരങ്ങൾ മൗനത്തിലായിരുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ബോളിവുഡിൽ മീറ്റു മൂവ്മെന്റ് ആരംഭിച്ച തനുശ്രീ ദത്തയ്ക്ക് പിന്നീട് അവസരം ലഭിക്കാതിരിക്കുകയാണ് ചെയ്തത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് പ്രയോജനമില്ലെന്നും ഇതിനു മുൻപും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടെന്നും ജെൻഡർ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രമുഖ നടിമാർ പോലും തയ്യാറല്ലെന്നും തനുശ്രീ ദത്ത പറയുന്നു. ഇന്ത്യൻ സിനിമയിലെ ഒട്ടുമിക്ക സിനിമാ വ്യവസായ മേഖലകളിലും ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് സിനിമാ വിമർശകരും എഴുത്തുകാരിയുമായ സുപ്രത ഗുപ്ത BBCയോട് പ്രതികരിച്ചു. തെലങ്കാനയിൽ 2 വർഷമായി വെളിച്ചം കാണാതിരിക്കുന്ന തെലുങ്കു സിനിമാ മേഖലയിലെ സമാന രീതിയിലുള്ള റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം ശക്തമായുണ്ട്. തമിഴ്, കന്നഡ സിനിമയിലെ സ്ത്രീകളുടെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരുകളെ ഇതിനകം നിരവധി പേർ സമീപിച്ചിട്ടുണ്ട്. ബംഗാൾ സിനിമാ മേഖലയിൽ ലൈംഗികാതിക്രമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പഠിക്കാൻ പശ്ചിമ ബംഗാൾ സർക്കാർ കമ്മിറ്റിയെ നിയോഗിച്ചു കഴിഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.